പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 290ന്റെ നൈറ്റി ബിറ്റ് കൊണ്ട് എങ്ങനെ 2 പീസ് അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ് കട്ട് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 290ന്റെ നൈറ്റി പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്തണം. ടോപ്പിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂട്ടി നമ്മൾ തുണി ഒപ്പം മടക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഒപ്പം മടക്കിയിട്ടുള്ള ഞാൻ അടയാളപ്പെടുത്തിയേക്കണേണ്. ആ പീസ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. ടോപ്പിൻ്റെ പീസ് മാത്രം നമ്മളിവിടെ മുറിച്ചിട്ട് ബാക്കി വരുന്ന പീസ് ബോട്ടത്തിനുള്ളതാണ്. അത് ഒപ്പം മടക്കി തേര് ഭാഗം ഓപ്പണായിട്ടുള്ള ആ ഭാഗം രണ്ടും ഒപ്പം മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഓപ്പൺ ഷർട്ട് കോളറായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പടി 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ആ ഭാഗത്താണ് നമ്മൾ ബട്ടൺ ഹോളൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ പടി അടയാളപ്പെടുത്തിയ ശേഷം നമുക്ക് ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ചെരിവ് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് 7 ഇഞ്ച് കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ചെസ്റ്റ് 10 ഇഞ്ചാണ്, 45 സൈസാണ്. 10 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തി. പിന്നെ ഷോൾഡർ ടു ഹിപ്പ് അടയാളപ്പെടുത്തി 20 ഇഞ്ചാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. എന്നിട്ട് കൈക്കുഴി ടു ഹിപ്പിൻ്റെ സെൻറ്റർ എടുത്ത് അവിടെ നമുക്ക് വേസ്റ്റ്, അതായത് അരവണ്ണത്തിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം. അതൊരു 9 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ ഹിപ്പ് റൗണ്ട് 10 ഇഞ്ച്. പിന്നെ താഴോട്ട് 11 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അളവാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വെട്ടുമ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ കോളറിനൊക്കെ ആയതുകൊണ്ട് 3 ഇഞ്ച് വിട്ടും 3 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പടി ഒഴിച്ചിട്ടുള്ള അളവുകളാണ് ഞാനൊക്കെ അടയാളപ്പെടുത്തിയത്. പടിക്ക് നമ്മൾ 1 ഇഞ്ച് തള്ളിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വണ്ണമൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. താഴെ ഭാഗം 11 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബോഡി പീസ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് തന്നെ ബാക്കി പീസ് എന്നാണ് നമ്മളിനി ബാക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി വന്ന ആ പീസ് വിഡ്ത്ത് വൈസ് ഒന്നും കൂടി മടക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അതിൻ്റെ മീതെ വെച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് മാത്രം ഇതിൽ നിന്ന് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ആ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പിന്നെ പടി 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടത് അത് ബാക്ക് പീസിനെ അപേക്ഷിച്ച് കുറച്ച് തള്ളിയിടണം. നമ്മൾ വരച്ചേക്കണം അത്രയും തള്ളിയിടണം. എന്നിട്ട് ബാക്കിയെല്ലാം ആ ലെവലിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാക്ക് നെക്ക് ഞാനൊരു 1/2 ഇഞ്ച് മാത്രം കുഴിച്ച് വിട്ടുള്ളൂ. അത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പിടിച്ച് കഴിയുമ്പോൾ അത് ലെവലായിട്ട് നമുക്ക് കിട്ടും. ബാക്കിയെല്ലാം അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഈ കട്ട് ചെയ്യുന്ന പീസുകളെല്ലാം നമ്മൾ എടുത്തു വയ്ക്കണം. നമുക്ക് ബോട്ടം തയ്ക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ജോയിൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ താഴെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് ഒന്ന് വീട്ടിൽ കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് മതിയാവും. ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടാം. അപ്പോൾ ബോഡി പാർട്ട് കഴിഞ്ഞു. സ്ലീവ് കൂടി വെട്ടിയെടുത്താൽ മതിയാവും. ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ വെട്ടുമ്പോൾ ഇങ്ങനെ ഒപ്പിട്ട് വെട്ടുമ്പോൾ ബാക്ക് പീസ് വെട്ടിപ്പോകാതെ നോക്കണം. ഇനി നമുക്ക് കൈയുടെ വണ്ണം എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് ഇതിൽ നിന്ന് അളവെടുക്കാം.
അതിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴി വരെ ചെരിച്ച് അളക്കണം. അപ്പോൾ കിട്ടുന്ന അളവിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിടണം. ഇതിപ്പോൾ ഇവിടെ 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 9 ഇഞ്ച്. അതാണ് കൈയുടെ വണ്ണം നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ബാക്കി വന്ന ആ പീസ് നമ്മൾ 4ആക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പീസ് വെച്ചിനെ കാണിച്ചേക്കുന്നത്. ഞാൻ തയ്ച്ചേക്കണതിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് തയ്ച്ചേക്കുന്നത്. സ്ലീവിൻ്റെ കളറ് മഞ്ഞയാണ് ഞാൻ എടുത്ത് തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 13.5 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് കിട്ടും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ലീവിനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഷേപ്പ് ചെയ്യാനുള്ള ഭാഗം 4 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ചെരിച്ച് കിട്ടുമ്പോൾ 9 ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തണം. നേരത്തെ 8.5 നമുക്ക് കിട്ടി, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടിയപ്പോൾ 9. കൈവണ്ണ 6ആണ്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടി 6.5 ഇഞ്ച്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് കട്ടിങ് വീഡിയോ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ റിപ്ലൈ തരും. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെട്ടാനാണ്. അത് തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇനി ബാക്കിയുള്ള പീസ് നമ്മൾ ഒപ്പം 4ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് എങ്ങനെയാണ് കിട്ടുന്നത് ആ രീതിയിൽ നമുക്ക് തുണി മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് 34 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ലെങ്ത്ത് ഇവിടെ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ 4ആക്കി മടക്കിയെടുത്തിട്ടുണ്ട്. 36 ഇഞ്ച് വീതിയാണ് എനിക്ക് ബോട്ടത്തിന് വേണ്ടത്. അതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ വണ്ണം 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1. അപ്പോൾ അത് 9ൻ്റെ കൂടെ 3 ഇഞ്ച് കൂടി നമ്മൾ ലൂസ് കൂട്ടിയെടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക്കാണ്. അപ്പോൾ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 12 ഇഞ്ച്. പിന്നെ ക്രോച്ച് ഏരിയയും 12 ഇഞ്ച്. അത് 36ൻ്റെ 3/1 അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ മുകളിലത്തെ വണ്ണം അവിടെ അടയാളപ്പെടുത്തി. ഈ ക്രോച്ച് ഏരിയയുടെ ഷേപ്പിന് നമ്മളൊരു 3 ഇഞ്ച് കൂട്ടിയെടുക്കും. ഇവിടെ നിന്ന് കണ്ട 3 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കും. അപ്പോൾ മൊത്തം 15 ഇഞ്ച് നമുക്ക് കിട്ടും. ഇനി താഴെ ബോട്ടം ലൂസ് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത്ര എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 9 ഇഞ്ച് ലൂസാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ബോട്ടം കട്ടിങ് ഇത്രേ ഉള്ളൂ. പിന്നെ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളതാണ്. മുകളിൽ എലാസ്റ്റിക്കിനും താഴെ എലാസ്റ്റിക്കിനും ക്രോച്ച് ഏരിയയുടെ ഈ പീസ് നമുക്ക് ബോട്ടത്തിൻ്റെ മുകളിൽ ബാക്ക് പീസിനും കട്ട് ചെയ്ത് വെച്ച് ചേർക്കാനുള്ളതാണ്, ജോയിൻ ചെയ്ത് ചേർക്കാനുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ബോട്ടം തയ്ക്കുമ്പോൾ അങ്ങനെ വെച്ച് കാണാറില്ല. തുണി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതോടുകൂടി ചേർത്ത് കട്ട് ചെയ്യാം. പക്ഷേ ഇത് ഇത്ര തുണി കിട്ടുന്ന കാരണമുണ്ടാണ് നമ്മളിത് ജോയിൻ ചെയ്ത് ചേർക്കുന്നത്. തയ്ച്ച് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചുകൂടി വ്യക്തമാണ്. ഈ ക്രോച്ചേരിയുടെ ഈ പീസ് ഇതിപ്പോൾ 4 പീസ് കിട്ടുമല്ലോ നമുക്ക്. അതിൽ നിന്ന് നമ്മൾ 2 പീസ് മാത്രം എടുത്ത് ബാക്ക് പീസുമ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 2 പീസുമ്പോൾ മാത്രം. ഇത് മടക്കിയിടുമ്പോൾ 4 പീസ് ഉണ്ട്. പക്ഷേ 2 പീസുമ്പോൾ മാത്രമാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ആ 2 പീസ് ബാക്ക് പീസിൻ്റെ ഭാഗമാണ്. അതിൽ താഴെ തയ്യൽ തുമ്പ് മാത്രം കിട്ടിയാൽ മതിയാവും. മുകളിലൊരു 3 ഇഞ്ച് വേണം. അങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചേക്കുന്നത്. ഈ ഭാഗത്തൊരു 3 ഇഞ്ചോളം നമുക്ക് കിട്ടും. അതെടുത്ത് പിന്നെ താഴെ തയ്യൽ തുമ്പ് എന്നിട്ടിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അടയാളപ്പെടുത്തുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിത് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. വീതി കുറഞ്ഞ ഭാഗം അവിടെ തയ്ക്കണം. വീതി കൂടിയ ഭാഗം ക്രോച്ചേരിയുടെ ഭാഗത്തും വരണം.
അങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുപ്പിക്കേണ്ടത്. ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ക്രോച്ച് ഏരിയ തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയും ചെയ്യണം. ബാക്കിൻ്റെ ക്രോച്ച് ഏരിയ ഒരുമിച്ച് അടിക്കും, ഫ്രണ്ടിൻ്റെ ക്രോച്ച് ഏരിയ ഒരുമിച്ച് അടിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ എലാസ്റ്റിക്കിനുള്ള പട്ടക്ക് വെട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ പീസ് ഒന്നും കളയാനില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന് ആവശ്യം വരും. ഈ താഴെയും നമുക്ക് ബാക്കിയുള്ള പീസിൽ നിന്ന് നമ്മൾ താഴത്തേക്കുള്ളതും കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്